ഹായ്, ആ ഒബ്സ്റ്റെട്രിക്സിന്റെ ആ ലാസ്റ്റ് പോയിന്റ് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് വായിക്കാവോ? വായിച്ചാൽ മാത്രം മതി. ഹലോ ഹലോ department that deals with infertility issue both in men and women. ഓക്കെ. പിന്നെ അടുത്ത ഞാൻ പറഞ്ഞ വിട്രോ ഫെർട്ടിലൈസേഷന്റെ മീനിങ് ആണ് കൃത്രിമ ഗർഭധാരണം. കൃത്രിമ ഗർഭധാരണോ? കൃത്രിമ ഗർഭധാരണം. താങ്ക് യു. പിന്നെ ഒബ്സ്ട്രിക്സിൽ തന്നെ ആദ്യം പറഞ്ഞത് ART ആണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെൽക്കം. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. ഇവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിനൊക്കെ ഓർമ്മയുണ്ടാവും. ഫങ്ഷണൽ ഏരിയയിൽ എടുത്തതാ. How many functional area, receiving area, Receiving area. Okay. How many functional areas at CSSD? How many? 6. Which are they? Receiving area, cleaning area, packing area, sterilizing area, storage area, distribution area. Okay, very good. Receiving area, cleaning area, packing area, sterilizing area, storage area, distribution area. Okay, first one നമ്മൾ പറഞ്ഞിരുന്നു റിസീവിംഗ് ഏരിയ പറഞ്ഞത് അവിടെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ എവിടെയാണ് CSSDയിലെ റിസീവിംഗ് ഏരിയയിലേക്ക് കളക്ട് ചെയ്യും ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിൽ അക്സെപ്റ്റിംഗ് ഏരിയ അതെങ്ങനെയാ ഹാവ് ആൻ എൻട്രി ടു ഔട്ട്സൈഡ് ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോയാണ് അതിൽ കൂടെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഐറ്റംസുകളൊക്കെ റിസീവ് ചെയ്യും, CSSDയിലേക്ക് റിസീവ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നു, അവിടെ എത്ര മെറ്റീരിയൽസ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്ത് റിസീവ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അൺഷാർപ്പൻഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ സോർട്ട് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്, ഉപയോഗിക്കാൻ പറ്റാത്തത് അവിടെ ഡിസ്പോസ് ചെയ്ത് കളയും. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് റെക്കോർഡിലാക്കി വെക്കുന്നു. ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് ഏരിയ ഏതാ? ക്ലീനിങ് ഏരിയ. ഓക്കെ, ഇത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ്. അപ്പൊ നമ്മൾ റിസീവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിന്റെ ഓർഡർ അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഓർഡർ എക്സാമിന് ചോദിക്കും, ഓർഡർ ആയിട്ടല്ല അങ്ങനെ ചോദിക്കാം, ഫ്ലോ ചാർട്ട് പോലെ ചോദിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ആഫ്റ്റർ റിസീവിംഗ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ അങ്ങനെയും ചോദിക്കാം. ക്ലീനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ക്ലീനിങ് ഏരിയ. Here the instruments are cleaned either manually or by using machines. ഇത് ക്ലീൻ ചെയ്യണത് അപ്പൊ CSSDയില് ഇത് ക്ലീനിങ് ഏരിയയില് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാണ്. അത് എങ്ങനെ ചെയ്യാം? ഓർ ഐദർ മാനുവലി, നമ്മള് കൈ കൊണ്ട് വേണമെങ്കിൽ നമ്മള് എങ്ങനെയാണ് സ്വമേധയാ നമുക്ക് സെൽഫായിട്ട് വേണ്ടി ചെയ്യാം, ഓർ ബൈ യൂസിങ് മെഷീൻ, അല്ലെങ്കിൽ മെഷീൻസും യൂസ് ചെയ്യാം. ഫോർ മാനുവൽ വാഷിംഗ് with the water supply, detergents and brushes of many sizes and shapes are needed in area. ഇനി മാനുവൽ വാഷിംഗ് ആണെങ്കിലോ എന്ത്, വാട്ടർ വിത്ത് സപ്ലൈ, വാട്ടർ സപ്ലൈ ആവശ്യത്തിനുള്ള വാട്ടർ വേണം, ഡിറ്റർജൻസ് വേണം, പിന്നെ അതുപോലെ തന്നെ പല സൈസിലും ഷേപ്പിലുള്ള ബ്രഷസ് വേണം. ഇതിന്റെയൊക്കെ എക്യുപ്മെന്റ്സ് ഓരോ ഇൻസ്ട്രുമെന്റിന്റെ ഉള്ളിലുള്ളതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല സൈസിലും ഷേപ്പിലുള്ള ബ്രഷസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് മാനുവലായിട്ട് വാഷ് ചെയ്യാം. അല്ലെങ്കിലോ നമുക്ക് മെഷീൻ യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഇവിടെ വിച്ച് നോക്കിയേ, മെഷീൻ നോക്കിയേ, അൾട്രാസോണിക് വാഷർ is a machine which is used for cleaning
സർജിക്കൽ ടൂൾ. അവിടെ ചോദിക്കാം വിച്ച് മെഷീൻ അല്ലെങ്കിൽ ഡാഷ് ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത്? ഏത് മെഷീൻ? അൾട്രാസോണിക് വാഷർ. അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. സർജിക്കൽ ടൂൾസുകൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വാഷർ മെഷീൻ ആണ്. ഇറ്റ് ടേൺസ്, ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ഇറ്റ് ടേൺസ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഇൻടു മെക്കാനിക്കൽ വൈബ്രേഷൻ. സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റുകയാണ്. അപ്പൊ ഈ വൈബ്രേഷൻസ് ചെയ്യുമ്പോഴെന്താ അവിടെ ടു മേക്ക് ദ സ്മോൾ ബബിൾസ്, ദാറ്റ് മേക്സ് സ്മോൾ ബബിൾസ്, ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാവും. ദാറ്റ് ബേസ്റ്റ് ഓൺ ദ ഇന്റേണൽ സർഫസ് ഓഫ് ദ ടൂൾസ്. ആ ടൂൾസിന്റെ ആ ഇന്റേണൽ സർഫസിൽ ആ ബബിൾസ് വന്ന് തട്ടുമ്പോൾ അവിടെ എന്താവും, അവിടെ വാഷ് ക്ലീൻ ആവുക ചെയ്യുന്നത്. That make the small bubbles that burst on the internal surface of the tool and remove the waste particles. അപ്പൊ അവിടെയുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. അതാണ് അൾട്രാസോണിക് വാഷർ. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. അൾട്രാസോണിക് വാഷർ മെഷീന് ഇതിന്റെ പല ഏരിയ സ്റ്റെറിലൈസേഷന്റെ ഒക്കെ ഒന്ന് യൂട്യൂബിൽ കയറി നോക്കിയാൽ കാണാം. അപ്പൊ ഈ അൾട്രാസോണിക് വാഷർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റുന്നു. അപ്പൊ വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ സ്മോൾ ബബിൾസ് ഫോം ചെയ്യുന്നു. ആ ബബിൾസ് എന്ന് ബേസ്റ്റ് ഓൺ ദ ഇന്റേണൽ സർഫസ് ഓഫ് ദ ടൂൾ ആൻഡ് റിമൂവ് ദ വേസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പൊ ബബിൾസ് ഉണ്ടായിട്ട് അത് ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിൽ വന്ന് തട്ടി വേസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. After the tools are washed, ഇനി ടൂൾസ് വാഷ് ചെയ്തതിനു ശേഷം they are dried in oven dryer. ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് അത് ഡ്രൈ ചെയ്യാനായിട്ട്, അത് ഉണങ്ങാനായിട്ട് അനുവദിക്കുന്നു. ആൻഡ് ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ. കഴിഞ്ഞ സാറ്റർഡേ ഉണ്ടായിരുന്നു ഒരു ബാച്ചിന്റെ എക്സാം, ഫൈനൽ എക്സാം. അതിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ് ദേ ആർ ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ ആൻഡ് ട്രാൻസ്ഫർ ടു ഡാഷ് ഏരിയ. അപ്പൊ ഇത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? നെക്സ്റ്റ് ഏരിയ ഏരിയ. ഓക്കെ, പാക്കിംഗ് ഏരിയയിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പൊ ക്ലീനിങ്ങിൽ ഇത്രയേ ഉള്ളൂ. ക്ലീനിങ്ങിൽ നമുക്ക് മാനുവൽ ആയിട്ട് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വാഷർ മെഷീൻ ആണ്. സർജിക്കൽ ടൂൾസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റുന്നു. ആ വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ ചെറിയ ബബിൾസുകൾ ഉണ്ടാകുന്നു. അത് ആ ടൂൾസിന്റെ ആ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഇന്റേണൽ സർഫസിൽ വന്ന് തട്ടുമ്പോൾ അവിടുത്തെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. നെക്സ്റ്റ്, ആഫ്റ്റർ ദ ടൂൾസ് ആർ വാഷ്ഡ്, അപ്പൊ ടൂൾസ് വാഷ് ചെയ്തതിനു ശേഷം ഡ്രൈഡ് ഇൻ ഓവൻ ഡ്രയർ ആൻഡ് ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ. നെക്സ്റ്റ് ഏരിയയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, പാക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നു. ക്ലീനിങ് ഏരിയ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഇനി പാക്കിംഗ് ഏരിയ ആണ്. അപ്പൊ അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. അപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെ അവര് പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ഒരു സെക്ഷനിലേക്ക് പോകുന്നത്. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇത് ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നു. സോ ദാറ്റ് ദേ ആർ നോട്ട് tainted ഓർ കണ്ടാമിനേറ്റഡ് while handling after they are sterilized. എന്തിനാ നമ്മൾ പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്? എന്തുകൊണ്ട്? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ അതുമായിട്ട് ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ആദ്യം എന്താ പാക്ക് ചെയ്യുന്നു, പാക്ക് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പിന്നെ കണ്ടാമിനേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കിലല്ലേ പിടിക്കുള്ളൂ, അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, സേഫ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ദാറ്റ് ദേ ആർ നോട്ട് tainted ഓർ കണ്ടാമിനേറ്റഡ് while handling after they are sterilized. സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വീണ്ടും കണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പാക്ക് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകുന്നത്. Most of the items are packed in trays which are covered with a double layer of cotton cloths
Paper envelopes are also available. ഇത് പാക്ക് ചെയ്യണതോ, മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ക് ഇൻ ട്രേസ്. പാക്ക് ചെയ്ത് ആ ട്രേയിലേക്ക് വെക്കുക ചെയ്യുന്നത് അവരോരോന്നും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ്, ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ്. എൻവലപ്സ് എന്ന് വെച്ചാൽ എന്താ? എൻവലപ്സ് പേപ്പർ കവറുകൾ, സാധാരണ പേപ്പർ അല്ല. അവിടെ നോക്കിയേ, ആൻഡ് പേപ്പർ എൻവലപ്സ് ആർ ഓൾസോ അവൈലബിൾ. ഏതാണ് നമുക്ക് അപ്പൊ അവൈലബിൾ ആകുന്നത്? ഒന്നിലെ ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ് യൂസ് ചെയ്യാം. അതെങ്ങനെ? എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി. എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലിയുമാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളത്. അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ അത് ചീത്തയായി പോവില്ലേ, പേപ്പറൊക്കെ ഇതാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സുകളോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്പോ വെച്ചിട്ട് അത് കവർ ചെയ്യും. എന്നിട്ട് അത് ട്രേയിലേക്ക് അസംബിൾ ചെയ്യും, ട്രേയിലേക്ക് വെക്കും. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. ഇവിടെ എക്സാമ്പിൾ ചോദിക്കാം. പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ മാം കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല, റേഞ്ച് കേട്ടായി കാണും. അവിടെ എന്തോ റേഞ്ച് ഇഷ്യൂ വന്നത്. പ്രസന്റിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, റേഞ്ചിന്റെ പ്രശ്നം. വന്നു. മാഡം, മാഡം വന്നു. ചെറിയൊരു പ്രശ്നം, കറണ്ട് പെട്ടെന്ന് ഇതായി പോയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ പറഞ്ഞത്? നോക്കിയേ, മോസ്റ്റ് ഓഫ് മാം പ്രസന്റേഷൻ ഇല്ലല്ലോ. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല മാഡം, നോട്ട്സ് കാണുന്നില്ല മാം. ചെയ്യാട്ടോ. ഓക്കെ മാഡം. ശരിയായില്ലേ? ഓക്കെ, യെസ് മാം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അപ്പൊ എല്ലാ ഐറ്റംസും അവിടെ വരുന്ന ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സ് അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ് യൂസ് ചെയ്യുന്നത്.
അതെന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. ഇത്രയും സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പോ അതൊന്നും ചീത്തയാവില്ലാത്ത രീതിയിലുള്ള അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകളും കോട്ടൺ ക്ലോത്ത്സുകളും പേപ്പർ എൻവലപ്സും യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. എഥിലീൻ ഓക്സൈഡ് അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. അത് താഴെ ഉണ്ട് കേട്ടോ. ETO സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ താഴെ വരുന്നുണ്ട്. ഇത്രയും നോക്കുക. ഡാഷ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. അവിടെ തരും പേപ്പർ എൻവലപ്പ്, കോട്ടൺ ക്ലോത്ത്സ്, പ്ലാസ്റ്റിക് ബാഗ്സ്, ഓൾ ഓഫ് ദ എബോവ്ന്നോ അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ്ന്നോ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവാം. ETO സ്റ്റെറിലൈസേഷന് പ്ലാസ്റ്റിക് ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. The sealing machine is used. The packets are labeled with the indicate the date of sterilization and the expiry date. കണ്ടോ, പാക്കറ്റ്സ് അത് പാക്ക് ചെയ്തതിനു ശേഷം അവിടെ എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത് ആ ഡേറ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കും. ഇൻഡിക്കേറ്റ് ദ ഡേറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഇത് എത്ര നാളത്തേക്ക് നമുക്ക് ഇത് എഫക്റ്റീവ് ആണ്, നമുക്ക് എത്ര നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ആ എക്സ്പയറി ഡേറ്റും അതിനകത്ത് എഴുതി വെക്കും. ആ പാക്കറ്റ്സിൽ നോട്ട് ചെയ്യും. ഓക്കെ, പാക്കറ്റ്സ് ആർ ലേബിൾ ചെയ്യും. പാക്കറ്റ്സ് ആർ ലേബിൾ വിച്ച് ഇൻഡിക്കേറ്റ് ദ ഡേറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ദ എക്സ്പയറി ഡേറ്റ്. പറഞ്ഞോ. അപ്പൊ ഒരു എക്യുപ്മെന്റ് ഇപ്പൊ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് ആവുന്നവർ അതിനുശേഷം ഉപയോഗിക്കാൻ പാടില്ല. അത് ഇത്ര നാളത്തേക്ക് എന്നുള്ളതുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇത് പോകും. അതുകൊണ്ടാണ് നമ്മൾ അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഡേറ്റും അതിന് എത്ര നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതും അതായിരിക്കും മോസ്റ്റ് ഇതായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ എക്സ്പയറി ഡേറ്റ് അവർ എഴുതും. സ്റ്റെറിലൈസ് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എഴുതും, എത്ര നാളത്തേക്ക് അത് ഉപയോഗിക്കാന്നുള്ളതും എഴുതും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം അത് ഇതായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നത്. ഉപയോഗിച്ചാൽ ഇല്ലെങ്കിലും ശരി, ഇപ്പൊ പാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കത് എക്സ്പയറി ഡേറ്റ് വരെയല്ലേ മാക്സിമം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ട വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ എക്സ്പയറി ഡേറ്റും അവർ കൊടുക്കുന്നത്. After packing and sealing, the instruments are transferred for sterilization. അപ്പൊ പാക്കിംഗ് കഴിഞ്ഞു, അവിടെ സീലിംഗ് കൊടുത്തു. സീലിംഗില് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് എഴുതും, അതിന്റെ എക്സ്പയറി ഡേറ്റ് എഴുതി അങ്ങനെയുള്ളത് നെക്സ്റ്റ് പോകുന്നത് ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്നത്. ഓക്കെ, അതിനാണ് പാക്കിംഗ് ചെയ്യുന്നത്. ഓക്കെ, സഫീറ പറഞ്ഞോ. സ്റ്റെറിലൈസേഷൻ ഏരിയന്നല്ലേ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പൊ പാക്കിംഗ് ഏരിയ അതിന്റെ ഡേറ്റ് ഒക്കെ എങ്ങനെ കൊടുക്കുന്നത്? പാക്കിംഗ് ഏരിയയിൽ അവര് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്നാണ്, ഇന്ന് തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാലോ. പാക്ക് ചെയ്ത നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അത് തന്നെ അവർക്ക് അന്ന് തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസേഷനിൽ പോകുന്നുള്ളൂ. ഡേറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അവിടെ തന്നെ അവരത് നോട്ട് ചെയ്തിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് വിടുന്നത്. അങ്ങനെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ വരുമ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ CSST-യിൽ 2 മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ വെച്ചാൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്താ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ സ്റ്റീം ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടോക്ലേവ് അതിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യും. അങ്ങനെ 2 മെത്തേഡിലാണ് CSST-യിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, 2 മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇനി നോക്കിയേ, സ്റ്റീം സ്റ്റെറിലൈസേഷന് ഫസ്റ്റ് വരുന്നതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ്സ് തന്നിട്ടുണ്ട്. ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ്സ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ്സ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ്സ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓട്ടോക്ലേവ്സ് തന്നിട്ടുണ്ട്. ഇതിൽ സിമ്പിൾ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞത് പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്നതാണ്. അതിന്റെ ഓരോ കുറച്ചും കൂടി ഒരു ചേഞ്ചുകൾ ഉണ്ടാവുന്ന മാത്രം. ഇതൊക്കെ കാര്യങ്ങളൊക്കെ സെയിം ഒക്കെ തന്നെയായിരിക്കും. അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. സിമ്പിൾ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന ഒരു ഇതാണ്. ഇത് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത്.
ഇപ്പൊ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കൊക്കെ സർജറി ചെയ്തിട്ട് നമ്മളത് ആ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ വാഷ് ചെയ്താലും അതിനകത്ത് കുറച്ച് വൈറസ് കാര്യങ്ങളൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവില് കുറച്ച് വെള്ളം എടുക്കും, എന്നിട്ട് അത് ആ സ്റ്റീം അത് ചൂടാക്കും. അതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്താവും, ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും, വേപ്പർ ഉണ്ടാവും. കുക്കർ പോലെ തന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പർ ഉണ്ടാവും. അപ്പൊ ആ വേപ്പറിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ വേപ്പർ അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. അത് തന്നെയാണ് ഈ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതൊന്ന് നോട്ട് ചെയ്തോ, പ്രിൻസിപ്പിൾ ആണ്, ഈ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ ആണ്. വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എത്രയും 100 ഡിഗ്രിനേക്കാളും കൂടുതലാവും. അതിന്റെ ടെമ്പറേച്ചർ സ്റ്റീം ചെയ്യുമ്പോൾ ആ വേപ്പർ 100 ഡിഗ്രിനേക്കായി എബോവിലാവും. അത് വെച്ചിട്ടാണ് ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ഓട്ടോക്ലേവ്? അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ തരാം, ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇടാം. നോക്കിയേ, അതിനകത്ത് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി, temperature at 100 degree, temperature above 100 degree, none of the above. അങ്ങനെയായിരുന്നു 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എത്രയാ? പ്രിൻസിപ്പിൾ ഏതാ? ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 100 ഡിഗ്രി ആണോ? 100 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 100 ഡിഗ്രി. ഗ്രേറ്റർ ദാൻ 100 ഡിഗ്രി ആണോ ചോദിക്കാം. 100 ഡിഗ്രി ആണോ, 100 ഡിഗ്രി താഴെയാണോ, 100 ഡിഗ്രിക്ക് എബോവിലാണോ? ആണ് ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 100 ഡിഗ്രിയിൽ മുകളിലാണ് അവിടെ സ്റ്റീം ഇത് വരുന്നത്, സ്റ്റെറിലൈസേഷന്റെ ഇത് വരുന്നത്. അപ്പൊ അതിനകത്ത് 100 ഡിഗ്രിയിൽ എബോയിലായിരിക്കും. നോക്കിയേ, ഓട്ടോക്ലേവ് സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അഫോർഡബിൾ എന്ന് വെച്ചാൽ കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ആണ്. സ്റ്റീം അണ്ടർ പ്രഷർ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. Autoclaves produces steam at the temperature of 121 degrees centigrade. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ടെമ്പറേച്ചർ എത്രയാണ്? 121 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ടെമ്പറേച്ചർ അണ്ടർ 15 pounds of pressure. 15 pounds of pressure. പൗണ്ട് എന്താ? വാട്ട് ഈസ് പൗണ്ട്? പൗണ്ട് എന്തിന്റെ യൂണിറ്റ്? മെഷറിംഗ് എന്താ മെഷർ ചെയ്യുന്ന? വെയിറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് പൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് പ്രഷർ 15 pounds ഓഫ് പ്രഷർ ആയിരിക്കും. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്രയാ? 454 ഗ്രാംസ് ആണ്. ഏകദേശം 454 ഗ്രാംസ് ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 15 pounds ഓഫ് പ്രഷറിൽ 121 ഡിഗ്രി സെന്റിഗ്രേഡില് ആണ്. ഇതിന്റെ ടൈം നോക്കിയേ. ഇൻ ദിസ് ടൈം അല്ല, ടൈം നോക്കിയേ. ഇൻ ദിസ് പ്രോസസ് 20 minutes ഈസ് നീഡഡ് ടു സ്റ്റെറിലൈസ്. 20 മിനിറ്റ് സ്റ്റെറിലൈസ് ചെയ്യണം ഓട്ടോക്ലേവില്. അപ്പൊ അതിന്റെ 121 ഡിഗ്രി സെന്റിഗ്രേഡ്, 15 pounds ഓഫ് പ്രഷർ, 20 minutes ഈസ് needed to sterilize. അതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ ഓട്ടോക്ലേവുമായിട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രിയിലാണ്, അതായത് 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസുകള്, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO. അത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇത് എഥിലീൻ ഓക്സൈഡ് ഗ്യാസ്, എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO. അത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വരുന്നതാണ്. ദിസ് മെത്തേഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസീവ് and moisture responsive material like cardiac catheter, plastic items and endoscope. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ കേട്ടോ. എൻഡോസ്കോപ്പ് എന്നാണ് ENDOSCOPES, എൻഡോസ്കോപ്സ്.
endoscopes. ENDOSCOPS, endoscopes. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽസ്. അതേതൊക്കെയാ? കാർഡിയാക് കത്തീറ്റർ, കാത്ത് ലാബിൽ യൂസ് ചെയ്യുന്നതാണ്. കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ, ഹാർട്ടിന്റെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു ചെറിയ ട്യൂബ്, 5 ടിപ്പിൽ നീഡിലുള്ള ഇതാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. കാത്ത് ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, കാർഡിയാക് കത്തീറ്റർ അത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഹീറ്റ് അടിച്ചു കഴിഞ്ഞാല്, സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. അങ്ങനെയുള്ള മെറ്റീരിയലുകള്, പ്ലാസ്റ്റിക് ഐറ്റംസുകള് ആൻഡ് എൻഡോസ്കോപ്സ്. എൻഡോസ്കോപ്പ് അതുപോലെ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്സ് എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പ് ഇതും ഇതുപോലെ തന്നെ ഒരു ട്യൂബ് പോലത്തെ ഒരു ഇതാണ്. അതിന്റെ ടിപ്പില് ലൈറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ് കാര്യങ്ങളൊക്കെ സർജറി കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അപ്പൊ അത് വായുപ്പടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇടും. അപ്പൊ അതിന്റെ ടിപ്പില് ലൈറ്റും ഉണ്ടാവും, ക്യാമറ ഉണ്ടാവും. അപ്പൊ അത് ചെല്ലുന്ന ആ ലൈറ്റ് അടിച്ച ക്യാമറ കൂടെ അത് ഏത് ഓർഗനിൽ എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങൾ അതിന്റെ മറ്റേ ആ ഒരു കമ്പ്യൂട്ടറായിട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ഡോക്ടറിന് ആ വ്യൂ ആ സിസ്റ്റർ ഇതിനകത്ത് നമുക്ക് മോണിറ്ററിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ആർക്കെങ്കിലും ഇവിടെ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ട്. ഇല്ല, ചെയ്യാൻ കൂടിയിട്ടുണ്ട്. നിങ്ങളാണോ? എന്തിനാ ചെയ്തത്? എന്ത് ഇതായിട്ട് അസുഖമായിട്ടാണ്? വയറുവേദനയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാഫ് നേഴ്സ് ആയപ്പോ ചെയ്യാനായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ചെയ്യാൻ കൂടിയിട്ടുണ്ട്. ഓക്കെ. ആർക്കെങ്കിലും എൻഡോസ്കോപ്പി ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ചെയ്തിട്ടുണ്ട്. സഫീറയ്ക്ക് എന്തിനായിരുന്നു? വയറുവേദന ഉണ്ടാക്കാൻ ചെക്ക് ചെയ്തത്. വയറുവേദന അല്ലേ? ഓക്കെ, വയറുവേദനയായിട്ട് ചെയ്താണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ, കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പ് ഒക്കെ ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എക്സാമിന് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെറിലൈസർ ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽസ്? അവിടെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻസിൽ നമുക്ക് സ്റ്റീം സ്റ്റെറിലൈസേഷനോ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ് എന്നാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എഴുതാം. ഇനി സ്റ്റെറിലൈസർ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഓട്ടോക്ലേവ്, എഥിലീൻ ഓക്സൈഡ് മിഷൻ, ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്നാണെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം എഥിലീൻ ഓക്സൈഡ് മിഷൻ എന്ന് എഴുതാം. അത് ഏത് സ്റ്റെറിലൈസേഷൻ ആണ് എന്ന് ഓപ്ഷൻസ് നോക്കി അതിന്റെ ആൻസർ ചെയ്യണം കേട്ടോ. അത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോകുന്ന ഐറ്റംസുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എഥിലീൻ ഓക്സൈഡ് മിഷൻ ആണ്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മിഷൻ. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ്. ഇവിടെ യൂസ് ചെയ്യുന്നത് പോയിസണസ് ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് these items are to be free of gas molecules before using them on a patient. കണ്ടോ, ഇവിടെ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണെന്ന് പറഞ്ഞു അല്ലെ, എഥിലീൻ ഓക്സൈഡ് മിഷൻ, എഥിലീൻ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈലി പോയിസണസ് ആണ്. അപ്പൊ അത് നമ്മൾ ആ സ്റ്റെറിലൈസ് ചെയ്ത എൻഡോസ്കോപ്പ് ഒക്കെ വേറൊരു പേഷ്യന്റിന് ഉപയോഗിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മളത് വളരെ സൂക്ഷ്മമായിട്ട് ചെക്ക് ചെയ്യണം. അത് ഗ്യാസ് ഫ്രീ, അതിലൊരു കണിക പോലും ഇല്ല, ഗ്യാസിന്റെ ഒരു പാർട്ടിക്കിൾസ് പോലും ഇല്ല എന്നുള്ളത് ഷുവർ ആക്കിയതിന് ശേഷം മാത്രമേ അത് പേഷ്യന്റിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ശരിക്കും ഇതല്ലെങ്കിൽ നമുക്ക് വീണ്ടും എന്താ പറയാ പോയിസണസ് ആണല്ലോ. അപ്പൊ അത് ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്, അത് പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഇത്രയും പോയിസണസ് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് എന്ത് ഷുവർ ചെയ്യണം? മേക്ക് ഷുവർ ദാറ്റ് ദീസ് ഐറ്റംസ് ആർ ടു ബി ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ബിഫോർ യൂസിങ് ദം ഓൺ എ പേഷ്യന്റ്. ഇതിന് നോക്കി, ഇതിന് സൈക്കിൾ എത്ര ടൈം എടുക്കും നോക്കിയാൽ ETO സ്റ്റെറിലൈസേഷന് the entire cycle may be taken up to 8 to 12 hours. കണ്ടോ, 8 തുടങ്ങി 12 മണിക്കൂർ വേണം ഈ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ, ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ അത്രയും ടൈം എടുക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് തന്നെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെറിലൈസർ ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽ? ഏതാ? ഓട്ടോക്ലേവ്, ETO, ഫ്ലാഷ് സ്റ്റെറിലൈസർ. ആൻസർ ഏതാ?
ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്? ETO. ETO സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, ETO ആണ്. പിന്നെ അത് കോസ്റ്റ്ലി മെഷീൻ ആണ്, ഹൈലി പോയിസണസ് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പേഷ്യന്റിന് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ അത് ഗ്യാസ് ഫ്രീ മോളിക്യൂൾ അത് ഫ്രീ ആക്കുക, അത് ഫ്രീ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടേ പേഷ്യന്റിന് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെടുക്കുന്ന ടൈം നോക്കിയാൽ എത്ര സമയം വേണം? 8 to 12 hours. ഓട്ടോക്ലേവ് ആണെങ്കിലോ എത്ര സ്റ്റീം സ്റ്റെറിലൈസേഷൻ? 20 minutes. 20 മിനിറ്റ്സ് മതി. അതിനെ വെച്ച് നോക്കുമ്പോ ടൈം കൂടുതൽ വേണം ETO സ്റ്റെറിലൈസേഷന്. അതിനകത്ത് ഓക്കെ, നിങ്ങളൊന്നേ ഇതൊന്ന് എഴുതി വെച്ചോ അവിടെ. ഇത് ഗ്യാസ് മോളിക്യൂൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണല്ലേ? അപ്പൊ അത് ഇത്ര ടൈം എടുക്കും? അത് ഇത്ര ടൈം ഇതിപ്പോ അല്ല, നേരെ ഇതിപ്പോ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോറേജ് ചെയ്ത് പിന്നെ പേഷ്യന്റിലേക്ക് യൂസ് ചെയ്യുമ്പോ അല്ലേ എടുക്കൂ? അതല്ല പറഞ്ഞത്. ഇത് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 8 to 12 hours വേണമെന്നാ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ, ഇത് ഫ്രീ ആണ്, ഗ്യാസ് ഫ്രീ, ഇത് അതിന് ഫ്രീ ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് ഗ്യാസ് അത് ഒരു കണിക പോലും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിനുശേഷം പേഷ്യന്റിന് യൂസ് ചെയ്യാം. ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ ടൈമാ പറഞ്ഞേക്കുന്നത് 8 to 12 hours എന്നുള്ളത്. നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാർഡിയാക് കത്തീറ്റർ, അത് ഇനിയും നിങ്ങൾക്ക് ഡയാലിസിസ് പഠിക്കുമ്പോൾ ആ സെയിം തന്നെ വരുന്നുണ്ട്. അതൊന്ന് എഴുതി വെച്ചോ. കാർഡിയാക് കത്തീറ്റേഴ്സ്. Cardiac catheter is a tube, T-U-B-E, tube with a small needle, used to evaluate heart functions and to diagnose cardiovascular conditions ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു നീഡിൽ പോലെ ഉണ്ടായിരിക്കും. അത് ഉള്ളിലേക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് കാര്യങ്ങള് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാനും അതിനുള്ളതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഫംഗ്ഷൻ ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർഡിയാക് കത്തീറ്റർ. എൻഡോസ്കോപ്പ് അറിയാലോ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് സർജറി ചെയ്യാതെ തന്നെ ബോഡിയിലുള്ള ഓർഗൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ടിപ്പിൽ ഒരു ലൈറ്റ് ഉണ്ടാവും, ക്യാമറ ഉണ്ടാവും. അത് നമ്മുടെ വായുടെ അകത്തേക്ക് ട്യൂബ് ഉള്ളിലേക്ക് വിടുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള ഓർഗൻസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അതിന്റെ അടുത്ത എൻഡില് ഒരു സ്ക്രീനുമായിട്ടായിരിക്കും അത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ അത് പോകുന്ന പാത്ത് നമുക്ക് ആ സ്ക്രീനിൽ നോക്കി കാണാം. ഡോക്ടറിന് അതനുസരിച്ച് എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാനൊക്കെ പറ്റും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സൈക്കിള് ഇങ്ങനെ കംപ്ലീറ്റ് ആവാൻ 8 to 12 hours എടുക്കും. പിന്നെ നെക്സ്റ്റ് മൂന്നാമത്തെയാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. അത് പേര് പോലെ തന്നെ പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. This machine is largely used in operation theatre for emergency purpose. എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസർ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഓക്കെ, പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. That has a very short sterilization cycle. ഓട്ടോക്ലേവിന് വെച്ച് നോക്കുമ്പോൾ എന്താ, അതിന്റെ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കുറവാണ്. മറ്റേത് ഓട്ടോക്ലേവ് നമ്മൾ പറഞ്ഞു 20 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ 3 to 4 minutes, 3 or 4 മിനിറ്റ് കൊണ്ട് തന്നെ അത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും.
owing to of its ability to rise the temperature to 132 degrees centigrade. Temperature കുറച്ചും കൂടി കൂടുതൽ കൂട്ടും. 132 degree centigrade-ലാണ് 3 to 4 minutes വേണം ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ. തിയേറ്ററിലൊക്കെ നമ്മൾ സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ആ എക്യുപ്മെന്റ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേഗം അത് ഉപയോഗിക്കാം. 3-4 നിമിഷം കൊണ്ട് തന്നെ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവും. സ്റ്റെറിലൈസ് ചെയ്ത് അത് അവിടെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ ഇങ്ങനെ ചോദിക്കാം, which of the following sterilizer is used in operation theater for emergency purpose? Autoclaver, ethylene oxide emission, flash sterilizer. ഏതാ യൂസ് ചെയ്യുന്നത്? ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഓട്ടോക്ലേവ് തന്നെയാണ്, ഓട്ടോക്ലേവ് പോലെ തന്നെയുള്ളതാണ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. പക്ഷെ എന്താ വ്യത്യാസം? സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കുറവാണ്. 3 to 4 minutes കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 132 degree centigrade ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 സ്റ്റെറിലൈസേഷൻ മെത്തേഡാ പറഞ്ഞത്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞു. അതിൽ ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. PTO മാത്രം കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. വേഗം ഒന്ന് റീഡ് ചെയ്യട്ടോ. Vapor pressure is greater than atmospheric pressure. Vapor pressure is greater than atmospheric pressure. Atmospheric pressure-നേക്കാൾ vapor pressure കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ നമ്മൾ 100 ഡിഗ്രിക്കായും എബോവിലായിരിക്കും. ടെമ്പറേച്ചർ എബോവ് 100 degree Celsius. ഓക്കെ, കഴിഞ്ഞ കേട്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പൊ നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് സ്റ്റോറേജ് ഏരിയയിലേക്ക് പോകുന്നത്. ഓക്കെ, സ്റ്റോറേജ് ഏരിയ. അപ്പോൾ ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ദ ഐറ്റംസ് ആർ പ്രൊവിഷണലി സ്റ്റോക്ക്ഡ് ഇൻ എ ക്ലീൻഡ് റാക്ക് ഫ്രം where they are issued to the users department. അവിടെ ക്ലീൻഡ് എന്നാട്ടോ, CLEANED, ക്ലീൻഡ്. അപ്പൊ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് ഐറ്റംസ് ഒക്കെ ടെമ്പററി, പ്രൊവിഷണലി എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ട് തന്നെ അവിടെ അവിടെ ആ ഏരിയയില് ക്ലീൻ റാക്ക്, നല്ല ക്ലീൻ ആയിട്ടുള്ള റാക്കില് അവരവിടെ ഇഷ്യൂ ചെയ്യും ടു ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ താൽക്കാലികമായിട്ട് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അവിടെ നോക്കിയേ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. FIFO is the principle to follow the replacement of the sterilizer in keeping demand of the department. ഇവിടെ ഫോളോ ചെയ്യുന്ന സ്റ്റോറേജ് ഏരിയയിൽ അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് FIFO. അത് എക്സാമിന് ചോദിക്കും കേട്ടോ. FIFO, FIFO എന്താ എക്സ്പാൻഡഡ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഡിമാൻഡ് കീപ്പ് ചെയ്യുന്നത്, നിലനിർത്തുന്നത്, സ്റ്റെറിലൈസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നതിന് ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഫിഫോയാണ്. അതായത് ഡിമാൻഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അതനുസരിച്ചിട്ടാണ് അവിടെ ഓരോന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഫിഫോ എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ ഡിമാൻഡ് കീപ്പ് ചെയ്യുന്നതിൽ, സ്റ്റെറിലൈസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നതിൽ അവർ സ്റ്റോർ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഫിഫോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇപ്പൊ ഇവിടെ ചോദിക്കാം, ഡാഷ് ഈസ് ദ പ്രിൻസിപ്പിൾ ടു ഫോളോ ദ റീപ്ലേസ്മെന്റ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. ഇതാ ഏത് പ്രിൻസിപ്പിൾ അവിടെ യൂസ്? FIFO. FIFO അത് തിരിച്ചുമൊക്കെ തരാം കേട്ടോ. FO കഴിഞ്ഞ 2-3 ബാച്ചിന് മുന്നേ ഉള്ളൊരു എക്സാമിന് ചോദിച്ചതാ. അതിനകത്ത് FIFO കറക്റ്റ് നമുക്കറിയാം. FIFOയാണ്. FIO എന്നുണ്ടായിരുന്നു, FO FI എന്നുണ്ടായിരുന്നു, അങ്ങനെ മറച്ച് തരും. FIFOയാണ്. ഫസ്റ്റ് ഇൻ
ഫസ്റ്റ് ഔട്ട്. ആ പ്രിൻസിപ്പിൾ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. FIFO FIFO ആണ് FIFO. അപ്പൊ അവിടെ താൽക്കാലികമായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക ആ സാധനം. ആ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യും, ക്ലീൻ ട്രാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റോർ ചെയ്ത് നെക്സ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു റിസീവിങ് ഏരിയയും അത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലെ, വളരെ ദൂരത്തിലായിരിക്കും. അവിടെ എങ്ങനെ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയ കൂടെ ഒരിക്കലും തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആ ഏരിയ കൂടെ തന്നെ റിട്ടേൺ കൊടുക്കൂല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല. റിസീവ് ചെയ്യാൻ ഒരു ഏരിയ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേറൊരു ഏരിയ ആയിരിക്കും. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ നോക്കിയേ, ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ. അക്സെപ്റ്റിംഗ് ഏരിയയിൽ നിന്ന് കുറെ ദൂരത്തിലായിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറയുന്നത്. മസ്റ്റ് ഹാവ് എ വിൻഡോ വിത്ത് എ കൗണ്ടർ. എന്താ, ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ടായിരിക്കും. In modern hospitals, there may be different lift or dump elevators for shifting the sterile material to user department. Modern hospitals like different ലിഫ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ഫോർ ഷിഫ്റ്റിംഗ് ദ സ്റ്റെറിലൈസ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിഫ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ വരുന്നത്. ഓക്കെ, it should be away from the accepting area and must have a window with a counter. In modern hospitals, there may be different lift or dump elevators for shifting the sterile materials to user department. User department like shift ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റുകൾ അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയാണ് നമ്മുടെ 6 ഫങ്ഷണൽ ഏരിയ വരുന്നത്. അതിന്റെ ഓർഡർ പ്രത്യേകം പഠിക്കണം. ഇതിന്റെ ഓരോ ഏരിയയെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഏരിയയിലേക്കാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റെറിലൈസേഷന്റെ ആ 2 സ്റ്റെപ്പ് പറഞ്ഞു, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവും ഫ്ലാഷ് സ്റ്റെറിലൈസറും സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ്. ഓക്കെ, എഥിലീൻ ഓക്സൈഡ് ഫിഷൻ അത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് വരുന്നതാണ്. അത് ഹീറ്റ് റെസ്പോൺസീവ്, മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള ഐറ്റംസുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ് മാം. അപ്പൊ സ്റ്റോറേജ് ഏരിയയിൽ താൽക്കാലികമായി സ്റ്റോർ ചെയ്തു. അവരവിടെ FIFO എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് വരും. റിസീവിംഗ് ഏരിയ പോലെ തന്നെ, പക്ഷെ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും, ദൂരത്തായിരിക്കും. മസ്റ്റ് ഹാവ് എ വിൻഡോ വിത്ത് എ കൗണ്ടർ. ആൻഡ് മോഡേൺ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഇത് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ ആ ഓരോ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഡിഫറെന്റ് ലിഫ്റ്റുകൾ അല്ലെങ്കിൽ ഡംപ് എലിവേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇത് ചോദിക്കാം, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSST. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ എന്താ? എന്താ മലയാളം ഇൻഡിക്കേറ്റർ? എന്തെങ്കിലും മനസ്സിലാക്കാം അല്ലേ? സൂചകങ്ങൾ, മലയാളം സൂചകങ്ങൾ എന്ന് പറയും. ഇൻഡിക്കേറ്റേഴ്സ് a thing that indicate the state or level of something. സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു ലെവലൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് തിങ്സ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. A things that indicate the state or level of something. അപ്പോൾ CSSD-യിൽ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, രണ്ടാമത്തെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, മൂന്നാമത്തെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇതൊക്കെയായിരുന്നു ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് CSSD-യിൽ യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇനി മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാന്ന് നോക്കിയേ, ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, humidity and pressure throughout the time of the sterilization cycle. ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിൽ ഉടനീളം ഉണ്ടാവുന്ന ആ ടൈം, അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മെഷർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, temperature,
humidity and pressure throughout the time of the sterilization cycle. ആ sterilization cycle ആ ടൈം പറഞ്ഞല്ലോ നമ്മൾ, അതിന്റെ ഉടനീളമുള്ള ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ throughout the time of the sterilization cycle. ഏത് ഇൻഡിക്കേറ്റർ ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. Okay, displaying recorded time, temperature, humidity and pressure throughout the time of the sterilization cycle. ഇനി സെക്കൻഡ് വരുന്നത് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. All chemical indicators are designed to react to physical condition inside the sterilization chamber. എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഡിസൈൻ ചെയ്തേക്കുന്നത് എന്താണ്, ആ ഒരു സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് റിയാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇതനുസരിച്ചിട്ടാണ് ഇത് സ്ഥിരീകരിച്ചിട്ടാണ് that an autoclave or steam sterilizer is working. ഈ ഒരു ഇതനുസരിച്ചാണ് ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസറും വർക്ക് ചെയ്യുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കൺഫേം ചെയ്തിട്ടാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആ ഡിസൈൻ, എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന, ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസിംഗ് ചേംബർ. സ്റ്റെറിലൈസിംഗ് ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. ഇത് സ്ഥിരീകരിച്ചിട്ടാണ് ഓട്ടോക്ലേവും സ്റ്റീം സ്റ്റെറിലൈസറും വർക്ക് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെയാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റർ. എക്സാമിന് ചോദിക്കാം, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഡാഷ്. ഇതെന്നാ അറിയപ്പെടുന്നേ? ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. ദേ ആർ ലിവിംഗ് ക്രീച്ചേഴ്സ് such as microorganisms. സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസം പോലുള്ള ലിവിംഗ് ക്രീച്ചേഴ്സ് ആണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. They are living creatures such as microorganism. Microorganism പോലുള്ള ലിവിംഗ് ക്രീച്ചേഴ്സ് ആണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? They used to confirm sterilization performance, to verify the sterilization procedure, display the sterilization effect of the production process. ഇതിനകത്ത് ആ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിലെ അതുപോലെ തന്നെ ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ എഫക്റ്റ്, അതിന്റെ ഫലപ്രാപ്തി അതെങ്ങനെയുണ്ടെന്നൊക്കെ മൂല്യനിർണ്ണയം നടത്താനും അതിനെയൊക്കെ നിരീക്ഷിക്കാനും മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. They used to confirm the sterilization performance, to verify the sterilization പ്രൊസീജിയറിലുള്ള സ്റ്റെറിലൈസേഷൻ പല സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിലെ ആ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതിന്റെ ടൈം, ഡിസ്പ്ലേ ദ സ്റ്റെറിലൈസേഷൻ ഇഫക്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്, ഇതൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ബാസിലസ് ആക്ടോഫിലസ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു മൈക്രോ ഓർഗാനിസം ആണ് ബാസിലസ് ആക്ടോഫിലസ്. ഇതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ആണ്, ലിവിംഗ് ക്രീച്ചേഴ്സ് ആണിത്. They used to confirm the sterilization performance, to verify the sterilization procedure, display the sterilization effect of the production process, etc. അവിടെ ഒന്ന് അതിന്റെ താഴെ തന്നെ ഒന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ നോട്ടിലേക്ക് എഴുതിപ്പോ ബയോ ഇൻഡിക്കേറ്റേഴ്സ്. ബയോ ഇൻഡിക്കേറ്റേഴ്സ്, ബയോ ഇൻഡിക്കേറ്റേഴ്സ്. Bio indicators are
used for the validation VALIDATION. Bioindicators are used for the validation, qualification QUALIFICATION, qualification and monitoring MONITORING, monitoring of sterilization process. Monitor ചെയ്യാനായിട്ട് validation, qualification and monitoring of sterilization process. Bioindicators. എക്സാമിന് ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടിരിക്കുന്നത് which of the following indicator is used in, അങ്ങനെ ചോദിച്ചേക്കുന്നത്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? ഫസ്റ്റത്തെ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ സ്റ്റെറിലൈസേഷൻ സൈക്കിളിൽ ഉടനീളമുള്ള ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? To react to physical condition inside the sterilizing chamber. സ്റ്റെറിലൈസിംഗ് ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ മൂന്നാമത്തെ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. They used to confirm the sterilization performance, to verify the sterilization procedure, display the sterilization effect of the production process, etc. Okay. ഇത്രയും ആണ് നമുക്ക് ആ ഒരു സെക്ഷനിൽ വരുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ബാസിലസ് ആർട്ടോഫിലസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ അത്രയും ഇനി നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിങ്, ജോബ് റെസ്പോൺസിബിലിറ്റി. ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു ചാപ്റ്റർ ഇതോടുകൂടി കഴിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. പറ്റുന്നതോടെ നമുക്ക് ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫങ്ഷണൽ ഏരിയാസിൽ റിസീവിംഗ് ഏരിയ പറഞ്ഞു അല്ലെ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. റിസീവിംഗ് ഏരിയ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ക്ലീനിങ് ഏരിയയിലാണ് പറഞ്ഞത്. ക്ലീനിങ് ഏരിയയിൽ എന്താ ചെയ്യുന്നത്? ക്ലീനിങ് ഏരിയയില് instruments used cleaned by manual or machine. വാട്ടർ സപ്ലൈ ക്ലീൻ ചെയ്യും. പിന്നെ അവിടെ ഇത് മാനുവലി ആണെങ്കിൽ നമ്മൾ വാട്ടർ സപ്ലൈ മെഷീൻ അവിടെ യൂസ് ചെയ്ത് ഇത് ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് അവിടെ പിന്നെ നെക്സ്റ്റ് അവിടെ എന്താ ടൂൾസ് വാഷ് ചെയ്തിട്ട് അവിടെ ഡ്രൈ ചെയ്തിട്ട് പാക്കിംഗ് ഏരിയയിലേക്ക് വിടുന്നു. പാക്കിംഗ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പാക്ക് ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്സോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ് ഒക്കെ യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് ബാഗുകൾ ETO സ്റ്റെറിലൈസേഷൻ അവര് പേപ്പർ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ബാഗുകളാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വെച്ച് സീലിംഗ് മെഷീൻ യൂസ് ചെയ്ത് സീൽ ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷനിൽ ആ ഏരിയയിലേക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വന്നിട്ട് പാക്കിംഗ് സീലിംഗ് കഴിഞ്ഞു. അവിടെ അതിന്റെ സ്റ്റെറിലൈസേഷന്റെ ഡേറ്റ് എഴുതി, എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ട് നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകുന്നു. രണ്ട് മെത്തേഡ് നമ്മൾ പറയുന്നുണ്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവും. പിന്നെ ഏതാ? ഓട്ടോക്ലേവും കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, 20 മിനിറ്റില് 15 pounds ഓഫ് പ്രഷറിലാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, കാർഡിയാക് കത്തീറ്റർ, എൻഡോസ്കോപ്പ് മുതലായ ഹീറ്റ് റെസ്പോൺസീവ് അതിന്റെ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റെറിലൈസ് ചെയ്യാൻ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ETO മെഷീൻ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വഴിയാണ് ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ചാൽ ആ ടൈം ഇത്ര കൂടുതലാണ്, 8 to 12 hours വേണം ആ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ. പിന്നെ നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ ഫോർ എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് സ്റ്റെറിലൈസറാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എത്ര ടൈം വേണം?
ടൈം എത്രയാ പറഞ്ഞേ? 4 minutes. ഷോർട്ട് സൈക്കിൾ കുറവാണ്, 3 to 4 minutes മതി. ടെമ്പറേച്ചറോ 132 degree. 132 degree. 4 minutes കൊണ്ട് ആ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് സ്റ്റോറേജ് ഏരിയയില താൽക്കാലികമായിട്ട് അവിടെ അവരത് സ്റ്റോർ ചെയ്യും. അവിടെ റീപ്ലേസ് ഓഫ് ദ സ്റ്റെറൈൽ ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ FIFO ആണ്. അത് മറക്കരുത്, FIFO, ഫസ്റ്റ് ഔട്ട്. അതനുസരിച്ച് അവിടെ ക്ലീൻ റാക്കിൽ സ്റ്റോർ ചെയ്യും. അത് നെക്സ്റ്റ് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലായിട്ടാണ്. അത് നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ റിസീവിംഗ് ഏരിയ പോലെ തന്നെ ഒരു വിൻഡോ ഉള്ള കൗണ്ടർ ഉൾപ്പെടെയുള്ള ഒരു വിൻഡോ ഉള്ള ഇതിൽ കൂടിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ലിഫ്റ്റുകളുണ്ട്. മോഡേൺ ഹോസ്പിറ്റലിലാണെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഒക്കെ തന്നെ സ്റ്റെറിലൈസ് ഐറ്റംസ് ഷിഫ്റ്റ് ചെയ്യാം, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാം. പിന്നെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞത് CSSTയിലെ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ഇൻ മെക്കാനിക്കൽ, അതിന്റെ അത് തരും. റെക്കോർഡ് ടൈമോ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി പ്രഷർ ഒക്കെ ഇത് നോക്കാനും മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. ഇതിനകത്ത് ടു റിയാക്ട് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇത് സെയിം തന്നെ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മീൻ ചെയ്യുന്നത് എന്താ മാം? ഏതോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് എന്താ? ഏത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ ആ സ്റ്റെറിലൈസേഷൻ ചെയ്തല്ലോ, അപ്പൊ അതിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാൻ സൂചിപ്പിക്കാൻ വേണ്ടി സൂചകങ്ങളാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ അതിന്റെ സ്റ്റെറിലൈസേഷന്റെ ടൈം എത്രയുണ്ട്, അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആണോ, ഹ്യൂമിഡിറ്റി പ്രഷർ ഇതൊക്കെ കറക്റ്റ് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. സൂചകങ്ങൾ അതിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ CSSTയിൽ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിന്റെ ഓരോന്നിന്റെ 3 പറഞ്ഞല്ലോ. 3 രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഡിസൈൻ ചെയ്തേക്കുന്ന എന്തിനാ ഫിസിക്കൽ കണ്ടീഷൻ സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് റിയാക്ട് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ സ്റ്റെറിലൈസേഷന്റെ പ്രോസസ്സിന്റെ പെർഫോമൻസ്, അതിന്റെ സ്റ്റെറിലൈസേഷൻ ഇഫക്റ്റ് അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിരീക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 3ലെയും ഫസ്റ്റ് നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് അതിന് അല്ലെങ്കിൽ ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറ്. അതേത് 3 കേട്ടോ. അപ്പൊ അത് 3 ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നുള്ളത് നോക്കാം. അതിൽ ഓരോന്നിന്റെ പേരുകളും നോക്കിയേക്കാം. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ഏത് ഫിസിക്സിലാണെങ്കിൽ നമ്മൾ കുറെ ഇൻഡിക്കേറ്റർ ഒക്കെ pH ഇതൊക്കെ വാല്യൂ അതൊക്കെ പഠിക്കുമ്പോൾ ഇൻഡിക്കേറ്ററുകൾ ഉണ്ടല്ലോ, ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇത്. അപ്പൊ അതേയൊക്കെ പോലെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇത് ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. CSSTയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് 3 എണ്ണം. മെക്കാനിക്കൽ ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിപ്പോ പരീക്ഷ ചെയ്യുമ്പോ ഇതിന്റെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ചോദിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് ചോദിക്കുമല്ലേ മാഡം? എന്താ പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇതിനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പ്രീവിയസ് ഇയർ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കോട്ടെ ആ ഒരു ഭാഗത്തുനിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുള്ളത് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് കൂടി ഞാൻ പറഞ്ഞു തന്നെ. ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, humidity and pressure throughout the time of the sterilization cycle. ഇതേ സെയിം സെന്റൻസ് തന്നെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. എന്നിട്ട് അവർ ഓപ്ഷൻ ആയിട്ട് തരും മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, ഓപ്ഷൻ ബി കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഓപ്ഷൻ സി ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. എന്നിട്ട് വേണമെങ്കിൽ ഡിയിൽ എന്തും ഒന്നില്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയാം, അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് എന്ന് പറയാം, ബോത്ത് എ ആൻഡ് ബി എന്ന് പറയാം. പറഞ്ഞത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? അത് ഞാനിപ്പോ പറഞ്ഞത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. രണ്ടാമത്തെ ചോദിക്കാം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഡിസൈൻഡ് ടു റിയാക്ട് ടു ഫിസിക്കൽ കണ്ടീഷൻ ഇൻസൈഡ് ദ സ്റ്റെറിലൈസേഷൻ ചേംബർ? അവിടെ ഏതാ? ഇനി ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ
which of the following indicator is used to confirm the sterilization performance? അത്രയും ചോദിച്ചാലും മതി. ബയോളജിക്കൽ sterilization procedure. അങ്ങനെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. biological indicators and it is also known as dash. അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Biological indicators are also known as dash. എന്തെന്നാ അറിയപ്പെടുന്ന മറ്റൊരു പേര്? Biological indicators are also പിന്നെ അതിനകത്ത് ചോദിക്കാറുള്ളത് ഓട്ടോക്ലേവ് ആണ്. അതിനകത്ത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യന് ഓരോ ടൈം ഉണ്ടാ മേഡം? ക്വസ്റ്റ്യൻസിന് ടൈം ഉണ്ടാ മേഡം? ക്വസ്റ്റ്യൻസ് ടൈം ഒന്നുമില്ല. നിങ്ങൾക്ക് 1 hour ആണ്. അത് മോഡൽ ആണെങ്കിൽ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, എക്സാമിന് 100 മാർക്സ് ആയിരിക്കും. അപ്പൊ അത്രയൊന്നും സമയമൊന്നും വേണ്ട. ഹാഫ് ആൻ അവർ ആവുമ്പോഴത്തേക്കും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ചെയ്യാലോ. ഓപ്ഷൻ നോക്കുക, നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളതല്ലേ ഉള്ളൂ. ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ച് പോവുക. ഇനി നമ്മൾ അതാണ് ഈ ചാപ്റ്റർ കഴിയുമ്പോഴാണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി ഒരു പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടോ? ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊന്നും നമുക്ക് പോകാം. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. എങ്കിലും അത് എത്രത്തോളം ചെയ്യുന്നുണ്ട്, ആരൊക്കെ ചെയ്യേണ്ടുന്നുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഇത് ക്ലാസ്സിലാകുമ്പോൾ നമുക്കറിയാലോ. എന്നാൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരെങ്കിലും നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അങ്ങനെ കുറച്ചും കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ റിവിഷൻ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി റിവിഷൻ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞ മൊഡ്യൂളോ ഫസ്റ്റ് സെക്കൻഡ് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സും റിവിഷൻ തരും. അപ്പൊ 1 or 2 ചാപ്റ്റർ റിവിഷൻ പറയും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് വരിക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അങ്ങനെ റിവിഷന്റെ സമയത്തും ഡിസ്കസ് ചെയ്ത് പോകാം. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഈ പ്രിന്റഡ് നോട്ട് അത് പറഞ്ഞല്ലോ. ഫസ്റ്റ് നിഷ മിസ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നപ്പോ തന്നെ ഓൾറെഡി പറഞ്ഞാണ് നമ്മുടെ ബേസ്, നമ്മുടെ ഇതെന്ന് പറഞ്ഞ ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രിന്റഡ് നോട്ടാണ്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടെങ്കിൽ മാത്രം നോട്ട്ബുക്കിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് നിങ്ങൾ എന്താ പറയാ നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതോർത്ത് എക്സാമിന്റെ കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ഇതിനേക്കാളും പേടിച്ച് HSC-യിലൊക്കെ പിള്ളേര് ഭയങ്കര പേടിയാണ്. അയ്യോ എന്ന് ചോദിക്കും, മിസ് എക്സാം എങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എക്സാം കഴിഞ്ഞ് ഞാനപ്പോ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടില്ലേ, ഇത്രയും ചാപ്റ്റർ കഴിഞ്ഞു, അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണേ? എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ്സിൽ കയറ്റി വെച്ചോ ഹൗ ഈസ് യുവർ എക്സാം എങ്ങനെയുണ്ട് എല്ലാവരും പറയും മിസ്സേ ഭയങ്കര ഈസി ആയിരുന്നു, എല്ലാവർക്കും ഈസി ആയിരുന്നു, എല്ലാവരും പാസ്സായിട്ടും ഉണ്ടായിരുന്നു. നിങ്ങൾ അതുകൊണ്ട് അതൊന്നും ഓർക്കണ്ട. ഇന്ന് പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും പാസ്സായ മേഡം? അത് ഇപ്പൊ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് എഴുതി തരാം മേഡം. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. പിന്നെ അപ്പൊ ഇന്നത്തെ ഒന്ന് വായിച്ചൊക്കെ വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.